Hello guys, Mad for Tech in പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതാണ്. Asus Vivobook 15. ഈ ബോക്സിന്റെ ഫ്രണ്ടിൽ Asusന്റെ ലോഗോ കാണാം. പിന്നെ അതിന്റെ മോട്ടോ ആയ ഇൻ സെർച്ച് ഓഫ് ഇൻക്രെഡിബിൾ. ഇനി ഇതിന്റെ ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ അതിന്റെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുവാണെങ്കിൽ അതിന്റെ ഓരോരോ സ്പെസിഫിക്കേഷൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ കളേഴ്സിനെ കുറിച്ച് പറയാം. 4 കളേഴ്സാണ് അവൈലബിൾ. റെഡും വൈറ്റും ഗ്രേയും ബ്ലൂവും. എനിക്ക് കിട്ടിയേക്കുന്ന വേരിയൻറ്റ് സ്ലേറ്റ് ഗ്രേ ആണ്. LCD സ്ക്രീനാണ്. 15.6 ഇഞ്ച് ഫുൾ എച്ച് ഡിസ്പ്ലേ ആണ്. റാം വരുന്ന 4 GB റാം ആണ്. ഇതിൻ്റെ CPU എന്ന് പറയുകയാണെങ്കിൽ AMD Ryzen 5 3500U ആണ്. ഇതിന് ഹാർഡ് ഡിസ്ക് ഇല്ല, അതിന് പകരമായി SSD 256 GB ആണ് വരുന്നത്. വൈഫൈ എന്ന് പറയുകയാണെങ്കിൽ വൈഫൈ 5 ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ OS ടൈപ്പ് വരുന്ന വിൻഡോസ് 10 ഹോം 64 ബിറ്റ് ആണ്. ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇനി വരുന്ന ഇവിടെ ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് നല്ലൊരു ക്ലോത്തിൽ കവർ ചെയ്തേക്കുവാണ്. ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത്. ഇനി വരുന്ന 2 കാറ്റലോഗ്സ് ആണ്. ഇത് ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇനിയുള്ളത് ഇതിനകത്ത് 2 ചാർജസ് ആണ്. ഇത് പവർ ബ്രിക്കാണ്, 45 വാട്ട് പവർ ബ്രിക്കാണ്. ഇനി വരുന്ന അതിൻ്റെ കണക്റ്റിംഗ് കേബിളാണ്. ലാപ്ടോപ്പിൻ്റെ മിഡിൽ തന്നെ അസൂസിൻ്റെ ലോഗോ നമുക്ക് കാണാം. ഇത് നല്ല മെറ്റാലിക് ഫിനിഷോടെയാണ് വരുന്നത്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റും കോമ്പാക്റ്റുമാണ്. ലൈറ്റ് വെയ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് 1.9 കിലോഗ്രാമേ വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ തിക്നെസ് എന്ന് പറയുകയാണെങ്കിൽ 22.9 മില്ലിമീറ്റർ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കാം. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതൊക്കെയാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു DC ഇൻപോർട്ട്, ഒരു ടൈപ്പ് സി പോർട്ട്, എയർ വെൻസ്, HDMI വേർഷൻ 1.4 പോർട്ട്, പിന്നെ ഒരു USB 3.0 പോർട്ടും. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡ് നോക്കാം. റൈറ്റ് സൈഡിൽ കാണുന്നത് ഇതൊക്കെയാണ്. ഒരു ലോക്ക് ഇടാൻ വേണ്ടി ഒരു ഹോള്, ഒരു USB 2.0 2 പിന്നെ 3.5 മില്ലിമീറ്റർ ഓഡിയോ ജാക്ക്, SD കാർഡ് റീഡർ, പിന്നെ 2 LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഒന്ന് പവർ ഓൺ ആയതിൻ്റെയും ഒന്ന് ബാറ്ററിയുടെയുമാണ്. ഇനി നമുക്ക് ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡ് നോക്കാം. ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന 4 റബ്ബർ സപ്പോർട്ട്സ് ആണ് വരുന്നത്. പിന്നെ ഉള്ളത് 3 എയർ വെൻസ് ആണ്. പിന്നെ അസൂസിൻ്റെ സോണിക് മാസ്റ്റർ ട്യൂൺ ചെയ്ത 2 ഡൗൺ ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ തന്നെ ലാപ്ടോപ്പിൻ്റെ കംപ്ലീറ്റ് ഓവർവ്യൂ കഴിഞ്ഞു. നമുക്ക് ലാപ്ടോപ്പ് തുറന്നു നോക്കാം. നല്ല ഫ്രെയിം വർക്കോടെയാണ് ലാപ്ടോപ്പ് വരുന്നത്. ഇത് നാനോഹെർട്സ് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ബെസൽ 7 മില്ലിമീറ്ററേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് 15.6 ഇഞ്ച് IPS LCD ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇനി നമുക്ക് ബാക്കി കാണാവുന്നത് അസൂസിൻ്റെ ലോഗോ നമുക്കിവിടെ കാണാം. ഇനി അതിൻ്റെ തൊട്ട് പൊക്കത്ത് തന്നെ അതിൻ്റെ ഒരു ക്യാമറയും ബാക്കി സെൻസേഴ്സുമാണ്. പിന്നെ ഇതിൻ്റെ ബോഡി ടു സ്ക്രീൻ റേഷ്യോ വരുന്ന 80%. ഇനി നമുക്ക് ഇതിൻ്റെ കീബോർഡ് സെക്ഷൻ നോക്കാം. നമ്മൾ കൈ റെസ്റ്റ് ചെയ്യുന്ന ഭാഗം അലൂമിനിയം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കീസ് വളരെ നല്ല ക്വാളിറ്റിയാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നംപാഡ് കാണാം. അത് MS Excelലും കാൽക്കുലേഷനും ചെയ്യാൻ വേണ്ടി എളുപ്പമാക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ടച്ച് പാഡ് നോക്കാം. ഇത് മൈക്രോസോഫ്റ്റിൻ്റെ പ്രെസിഷൻ ടച്ച് പാഡാണ്. അതുകൊണ്ട് തന്നെ പലതരം ജസ്റ്റേഴ്സും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ലെഫ്റ്റും റൈറ്റും ബട്ടൺസ് വളരെ ടാക്ടൈലും ക്ലിക്കിയുമാണ്. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിൻഡോസ് അലോ വഴി ലോഗിൻ ചെയ്യാം. ഇനി നമുക്ക് ഡിസ്പ്ലേനെ കുറിച്ച് പറയാം. 15.6 ഇഞ്ച് IPS LCD ഫുൾ HD ഡിസ്പ്ലേ ആണിത്. 45% NTSC കളർ ഗാമറ്റ് ആണ് ഈ ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ലാപ്ടോപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ഇതിൻ്റെ ഫ്രെയിംലെസ് നാനോഹെർട്സ് ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ ബെസൽസ് വളരെ തിന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിഷ്വൽസ് വളരെ ഇമേഴ്സീവ് ആണ്. ഇനി നമുക്ക് പാനലിനെ കുറിച്ച് പറയാം. പാനൽ വളരെ ഷാർപ്പും ബ്രൈറ്റും വൈബ്രൻറ്റുമാണ്. ഇതിൻ്റെ ഡൈനാമിക് റേഞ്ചും നല്ലതാണ്. ഇനി ഒരു ആൻറ്റി ഗ്ലെയർ കോട്ടിങ്ങും ഉണ്ട്. ഈ പ്രൈസ് പോയിന്റിൽ നല്ലൊരു ഡിസ്പ്ലേ ആണിത്. പക്ഷേ ആകെ ഒരു കുഴപ്പമായിട്ട് തോന്നിയത് ഇതിൻ്റെ വ്യൂയിങ് ആംഗിളാണ്. ഹൊറിസോണ്ടൽ വ്യൂയിങ് ആംഗിളിന് കുഴപ്പമില്ല. ലെഫ്റ്റും റൈറ്റും നോക്കുമ്പോൾ കളേഴ്സിന് വ്യത്യാസമില്ല. വെർട്ടിക്കൽ വ്യൂയിങ് ആംഗിൾ മേളിൽ നിന്നും താഴെയും നോക്കുമ്പോൾ കളേഴ്സ് വാഷ്ഡ് ഔട്ട് ആയി തോന്നുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നോക്കാം. 2 ഡൗൺ ഫയറിംഗ് സ്പീക്കേഴ്സാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അസ്യൂസിൻ്റെ സോണിക് മാസ്റ്റർ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. മാക്സിമം വോളിയം ഇട്ടാൽ പോലും മിനിമം ഡിസ്റ്റോഷനെ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. ഇനി ചെറിയൊരു സാമ്പിൾ കേട്ട് നോക്കാം.
കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഹൈ എൻഡും മിഡും നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ലോ എൻഡ് ആയ ബാസ് കുറച്ച് കുറവാണ്. ഈ ലാപ്ടോപ്പിൻ്റെ ഓഡിയോ ക്വാളിറ്റിയിൽ ആകെ നന്നാക്കാൻ പറ്റുമെന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങളാണ് ഇതിൻ്റെ വോളിയവും ബാസും. ബാക്കിയുള്ള ലാപ്ടോപ്പിനേക്കാളും കുറച്ച് വോളിയം കുറവാണ് ഇതിന്. ഇനി നമുക്ക് ലാപ്ടോപ്പിൻ്റെ പെർഫോമൻസ് നോക്കാം. ബെഞ്ച് മാർക്ക് നോക്കുവാണെങ്കിൽ സിംഗിൾ കോർ പെർഫോമൻസ് 3617 ആണ്. മൾട്ടി സ്കോർ വരുന്നത് 10994 ആണ്. പിന്നെ ഇതിൻ്റെ ഓപ്പൺ ജിയിൽ സ്കോർ കിട്ടിയിരിക്കുന്നത് 26690 ആണ്. നേരത്തെ പറഞ്ഞ പോലെ ലാപ്ടോപ്പിൻ്റെ പ്രൊസസ്സർ AMD Ryzen 5 3500Uവും പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഇൻറ്റഗ്രേറ്റഡ് ആയ AMD Vega 8 ഗ്രാഫിക്സും ഉള്ളതുകൊണ്ട് ലാപ്ടോപ്പിൽ നെറ്റ് ബ്രൗസ് ചെയ്യുന്നതും യൂട്യൂബിൽ വീഡിയോ സ്ട്രീം ചെയ്യുന്നതും ഒക്കെ വളരെ എളുപ്പമായി ലാപ്ടോപ്പ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ച് ചെറിയ രീതിയിൽ ഫോട്ടോയും വീഡിയോയും എഡിറ്റ് ചെയ്യാം. ഗെയിമിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലാപ്ടോപ്പിന് ഡെഡിക്കേറ്റഡ് ആയ ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തതുകൊണ്ട് ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയ ഗെയിമുകൾ ഈ ലാപ്ടോപ്പിൽ കളിക്കാൻ പറ്റുന്നതല്ല. പക്ഷേ CS2 GTA 5 പോലുള്ള പഴയ ഗെയിമുകൾ ലോ ടു മീഡിയം FPS കളിക്കാവുന്നതാണ്. ഈ ലാപ്ടോപ്പിന്റെ ബാറ്ററി 232 വാട്ടർ സെല്ലുകളാണ്. ആവറേജ് ബാറ്ററി ലൈഫ് ആണ് കിട്ടുന്നത്. ഞാൻ എഡിറ്റിങ്ങും ഗെയിമിങ്ങും ഒന്നും ചെയ്യാതെ തന്നെ യൂട്യൂബ് വീഡിയോസും ബ്രൗസിങ്ങും ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഏകദേശം 4 to 5 മണിക്കൂറാണ്. ബാറ്ററി ലൈഫ് കുറച്ച് കുറവാണെങ്കിലും ലാപ്ടോപ്പിന്റെ ചാർജിങ് വളരെ ഫാസ്റ്റാണ്. 50 മിനിറ്റിനുള്ളിൽ ബാറ്ററി 60% ചാർജ് ആവും. അപ്പോൾ നമ്മൾ Asus Vivobook 15ന്റെ ഫുൾ റിവ്യൂ കഴിഞ്ഞു. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ലാപ്ടോപ്പാണ്. 34,999 ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഇത് സ്റ്റുഡൻസിനും ഓഫീസ് വർക്കിനും സൂട്ടബിൾ ആയ ലാപ്ടോപ്പാണ്. ഈ ലാപ്ടോപ്പിൽ ആകെ നന്നാക്കാൻ പറ്റുമെന്ന് തോന്നിയ 3 കാര്യങ്ങളാണ്. 1 ഇതിൻ്റെ വെർട്ടിക്കൽ വ്യൂയിങ് ആംഗിൾ, 2 ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി, 3 ഇതിൻ്റെ ബാറ്ററി ലൈഫ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക.